നമസ്കാരം. ഇന്ന് ലോക വനിതാ ദിനം. ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ സംഭാവനകളെ അംഗീകരിക്കുന്നതിനും അവരുടെ സമത്വം ഉറപ്പാക്കുന്നതിനും വേണ്ടി ആഘോഷിക്കുന്ന ദിനമാണ് വനിതാ ദിനം. നമ്മളിൽ ഓരോ ആളുകളുടെയും ജീവിതത്തിൽ സ്വാധീനിച്ച വനിതകളുണ്ടാകും. അവർ ആരാകും? പാലായുടെ മനസ്സ് പറയുന്നത് നമുക്ക് കേൾക്കാം. എൻ്റെ പേര് വിഷ്ണു രാമേന്ദ്രൻ. ഞാൻ പാലാ ബേക്കറിയിലെ സ്റ്റാഫാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വനിത എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണ്. കാരണം ചെറുപ്പം മുതലേ എല്ലാ കാര്യങ്ങളിലും ഫുൾ സപ്പോർട്ട് എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ അമ്മ നൽകിയിരുന്നു. ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങൾ വരുമ്പോൾ തീരുമാനം എടുക്കാൻ സഹായിക്കുന്നത് എൻ്റെ അമ്മയാണ്. എൻ്റെ പേര് സദാശിവൻ. ഞാൻ ചെറുപ്പൻ്റെ ഹൈവേ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുന്നു. എനിക്ക് വനിതാ ദിനം എന്ന് ഓർമ്മ വരുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയാണ് ഓർമ്മ വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ പോരാളി എന്ന് വേണം പറയാൻ എൻ്റെ അമ്മ. കാരണം ജീവിതത്തോട് പൊരുതി ജീവിതം എന്തെന്ന് കാട്ടി തന്ന ഒരു വ്യക്തിത്വമായിരുന്നു എൻ്റെ അമ്മ. അതിൽ ഇന്നും ആ വ്യക്തിത്വത്തെ ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യുന്നു. സ്ത്രീ എന്ന ആ ഒരു നാമം കേൾക്കുമ്പോൾ എന്നും എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ അമ്മയെ തന്നെയാണ്. എൻ്റെ പേര് എലിസബത്ത് ജോർജ്. ഞാൻ പാലാ അൽഫോൺസ കോളേജിൽ 2ാം വർഷം പൊളിറ്റിക്കൽ സയൻസ് ചെയ്യുകയാണ്. എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു സ്ത്രീ വ്യക്തിത്വം എന്ന് പറയുന്നത് വിശുദ്ധ മദർ തെരേസയാണ്. അൽബേനിയയിൽ ജനിച്ച് പിന്നീട് ഇന്ത്യയിലേക്ക് വന്ന് കൽക്കട്ടയുടെ തെരുവോരങ്ങളിൽ അവശത അനുഭവിച്ച ഒരു പറ്റം ജനങ്ങളെ തൻ്റെ മാറോടണച്ച് ജീവിതാറിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ലോകത്തിൻ്റെ ആകമാനം ശ്രദ്ധ ആകർഷിച്ച വിശുദ്ധ മദർ തെരേസ എൻ്റെ ജീവിതത്തിലും ഒത്തിരിയേറെ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിത്വമാണ്. കാരുണ്യ പ്രവർത്തന മേഖലയിലാകട്ടെ മറ്റ് മേഖലകളിലൊക്കെ ആയിക്കോട്ടെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായും വിശുദ്ധ മദർ തെരേസ. എൻ്റെ പേര് സുമൻ എന്നാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എന്നെ സ്വാധീനിച്ചതും എനിക്ക് സപ്പോർട്ട് ചെയ്തതെല്ലാം എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ അമ്മ തന്നെയാണ്. അമ്മയ്ക്ക് എന്താവശ്യങ്ങൾ വന്നാലും നമ്മുടെ കൂടെ ഞാൻ നിൽക്കാറുണ്ട്. അതുപോലെ എനിക്ക് എന്ത് സാഹചര്യങ്ങൾ എന്നെ സമയങ്ങളും എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ വന്നാലും അപ്പം തന്നെ എൻ്റെ കൂടെ ഓടി വന്നതിനെ സഹായിക്കും. സാമ്പത്തികപരമായ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. എൻ്റെ വീട് പൈകയാണ്. ഞാൻ പൈകയെന്നാണ് വരുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എന്നെ സ്വാധീനിച്ച വ്യക്തി എന്ന് പറയുന്ന അമ്മയാണ്. ഞാൻ കുഞ്ഞിലെ മുതൽ അമ്മയുടെ കൂടെ തന്നെയാണ്. അമ്മേനെ പേര് കുറച്ച് കൂടുതൽ ക്ലോസ് ആയിട്ടുള്ളത് അമ്മയുടെ കൂടെ തന്നെയാണ്. അമ്മയോട് ഞാൻ എല്ലാ കാര്യങ്ങളും ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നത് അമ്മയുടെ അടുത്താണ്. എൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ച വനിത എന്ന് പറയുന്നത് എൻ്റെ അമ്മ തന്നെയാണ്. എൻ്റെ അമ്മേനെ എൻ്റെ 6ാം ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ അച്ഛൻ. അതുകൊണ്ട് തന്നെ ഇത്രയും വളർന്ന് വലുതാക്കി ഈ ഒരു നിലയിൽ നന്നായിട്ട് പഠിച്ച് ഇത്രയും വലിയ നിലയിൽ എത്തിച്ചത് എൻ്റെ അമ്മ തന്നെയാണ്. ഞാൻ എന്നെയും രണ്ട് ചേച്ചിമാരെ പഠിപ്പിച്ച് ഈ ഒരു നിലയിലാക്കാൻ കാരണം എൻ്റെ അമ്മ തന്നെയാണ്. എൻ്റെ അമ്മയുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അമ്മ തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം. ഞങ്ങളുടെ ഏതൊരു സന്ദർഭത്തിലും അമ്മ ഭയങ്കര ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും താമസിക്കുന്നതിലായിരുന്നു അമ്മ തന്നെയായിരുന്നു. എൻ്റെ പേര് ബിന്ദു. ഞാനിവിടെ ഫെയർ ബ്യൂട്ടി പാർലറുടെ പുഷ്പുള്ളിയുടെ അവിടെ നടത്തുന്ന ആളാണ്. ബ്യൂട്ടി പാർലറും ടൈലറിംഗ് ഷോപ്പുമാണ്. എൻ്റെ ജീവിതത്തിൽ പെട്ടെന്നൊരു പണസംബന്ധമായ ആവശ്യം വന്നപ്പോൾ ഇവിടെ ലോട്ടറി വിൽക്കുന്ന അമ്മണി എന്ന് പറഞ്ഞൊരു അമ്മച്ചിയാണ് ഇപ്പോഴും സഹായിക്കുന്ന ഒരാവശ്യത്തിന് വീട്ടുകാരെ എപ്പോഴേക്കും ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച അമ്മച്ചിയാണ്. എൻ്റെ പേര് ഷർമിള കേസ്. എൻ്റെ വീട് മാഞ്ഞൂരാണ്. ഞാൻ KSRTC വൈക്കം ഡിപ്പോയിലെ കണ്ടക്ടറാണ്. സർവീസ് കയറിയിട്ട് 13 വർഷത്തിലധികമായി. എൻ്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ച ആളെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണ്. കുടുംബ ബന്ധങ്ങളെ കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരാളായിരുന്നു എൻ്റെ അമ്മ. ഇപ്പോൾ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് അമ്മയ്ക്ക് കഴിയുമായിരുന്നു. ഫാമിലി ഉറച്ച് അത് സംരക്ഷിച്ച് കൊണ്ടുപോകാനായിട്ട് അമ്മയ്ക്ക് കഴിയുമായിരുന്നു. കുടുംബജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിച്ചത് എൻ്റെ അമ്മയിലുള്ള ഗുണങ്ങളാണെന്ന് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ വനിതകൾ എന്നെ സ്വാധീനിച്ച വ്യക്തികൾ ഒന്ന് എൻ്റെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ എന്നെ സഹായിക്കുന്ന പരിശുദ്ധ കന്യാകുമാരി. രണ്ടാമതായിട്ട് എന്നെ സഹായിച്ചത് എൻ്റെ ഭാര്യ. മൂന്നാമത് എൻ്റെ അമ്മ.